ഹലോ ഗൈസ്, ഒരു ഈവനിങ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ഈവനിങ് വ്ളോഗ്സ്. ഇതിപ്പോഴേ നമ്മള് കണ്ണൂർ കോട്ടയിലേക്കുള്ള വഴിയാണ്. നമ്മൾക്കൊരു നൊസ്റ്റാൾജിക് പ്ലേസും കൂടിയാണ്. ഏകദേശം കല്യാണം ഉറപ്പിച്ച സമയത്തൊക്കെ ഡ്യൂട്ടിയും കഴിഞ്ഞ് ഇല്ല, എന്നാലും ഏകദേശം ഒരു ഉറപ്പിച്ച പോലെ നമ്മള് വിചാരിച്ച സമയത്തൊക്കെ നമ്മളെപ്പോഴത്തെ ഈ ഒരു സൈഡൊക്കെയാണ് വന്നിരിക്കാറ്. നമ്മള് വന്നിരുന്ന് സംസാരിക്കുന്ന മെയിൻ സ്ഥലമാണ് നമ്മളെ ലവാക്കുന്ന സ്ഥലം. നമ്മളെ ലവാക്കുന്ന സ്പോട്ടിന് ഇടാന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്. ഏത് സമയത്തും തണുപ്പാണ്. ഫുള്ള് മരങ്ങളെ ആയിട്ട് കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ഏരിയ ആണിത്. എപ്പോഴും വന്നിരിക്കാൻ നല്ല അടിപൊളിയാണ് ഇവിടെ, അല്ലേ അമ്പി? അതെ, തീർച്ചയായും. ഈ ഏരിയയിലായിരുന്നു ഞാനും ഷബിയും മരം ചുറ്റി പ്രണയിച്ച് നടന്നു. അപ്പോൾ ഇതൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഇവിടെ നോ പാർക്കിംഗ് ബോർഡെല്ലാം വെച്ചിട്ടുണ്ട്. ആർമി ഏരിയ. ഇതാണ് കണ്ണൂർ കോട്ടയിലേക്കുള്ള എൻട്രൻസ്. ഇവിടെയാണ് കണ്ണൂർ കോട്ട. കണ്ണൂർ കോട്ടയിലെ ദൃശ്യങ്ങൾ നമ്മൾ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പം കയറാൻ പറ്റില്ല, ടൈം കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പം നമ്മൾ കയറുന്നില്ല. 5:30 ആയി. പോയാൽ എന്തായാലും എൻട്രി ഉണ്ടാവില്ല. ഗെറ്റ് ഔട്ട് അടിക്കും. എപ്പോഴും ഈ ഒരു സമയത്തൊക്കെയാണ് നമ്മളിവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ റോഡ് സൈഡൊക്കെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഫ്യൂച്ചറിലെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പം നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് മാപ്പിള പേ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. കണ്ണൂർ തന്നെ, കണ്ണൂർ കോട്ടേന്റെ ഇപ്പുറത്തെ ഒരു സൈഡ് കാണിച്ചു തരാം. ഇതിന്റെ ഈ സൈഡ് കാണുന്ന ബിൽഡിംഗ് ഒക്കെ ഫിഷറീസിന്റെ ബിൽഡിംഗ് ആണ്. നേരെ അപ്പുറ സൈഡില് നമ്മള് പറഞ്ഞ കടല് ഐക്കര ഹാർബർ. നേരെ മുമ്പിൽ കാണുന്നുണ്ടോ, അതാണ് കണ്ണൂർ കോട്ടയുടെ ഒരു സൈഡാണ്. കണ്ണൂർ കോട്ടയുടെ ഒരു വശത്തെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ 6 മണി വരെ ഓപ്പൺ ഉള്ളൂ. 6 മണിയാകുമ്പോഴ് ഒരു സൈറൺ മുഴങ്ങും. അപ്പം നമ്മള് പുറത്തോട്ട് വരണം, അല്ലെങ്കിൽ വണ്ടിയും കൊണ്ട് പുറത്തോട്ട് വരണം, അല്ലെങ്കിൽ വണ്ടി അകത്ത് കുടുങ്ങി പോകും. സൈറൺ 2-3 തവണ അടിക്കാറുണ്ടല്ലേ. ഇതാ കണ്ണൂർ കോട്ടയുടെ ഒരു ഗേറ്റ് അല്ലേ. അതിന്റെ അകത്ത് ആളുണ്ട്. ഇതെല്ലാം പുതിയതായിട്ട് കല്ലിന് തന്നെ വ്യത്യാസം കാണുന്നില്ലേ. കൊറേ വർഷങ്ങളായില്ലേ, എല്ലാം നശിച്ചു. എന്നാലും ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതായോണ്ട് അത്രയും കുറച്ച് ഭാഗേ നശിച്ചിട്ടുള്ളൂ. ഇതാ നമ്മളങ്ങനെ മാപ്പിള ബേയിലേക്ക് ഇങ്ങനെ കടന്നു. അയ്യോ, കിട്ടില്ല വ്യൂ ആണ്. അധികം ഫോട്ടോഷൂട്ടിനൊക്കെ ആള് വരാറുണ്ട് ഇങ്ങോട്ട്. നമ്മൾ വരുമ്പോ ഏതെങ്കിലും ഒരു ടീമെങ്കിലും എപ്പോഴും ഫോട്ടോഷൂട്ടിനൊക്കെ വന്നിട്ടുണ്ടാവും. ഇതാണ് ഐക്കര ഹാർബർ. അവിടെ കണ്ടോ, ബോട്ടൊക്കെ നല്ല നിരത്തി നിർത്തിയിട്ടുണ്ട്. കടല് നല്ല ശാന്തമായിട്ടാണ്. ഇപ്പൊ ഇറക്ക ടൈമാ. വേലിയേറ്റാ വേലി ഇറക്കാം. നമുക്ക് വലിയ ഐഡിയ ഇല്ല. വേലി ഇറക്കാൻ തോന്നുന്നു. വേലി ഏറ്റാണെങ്കിൽ നല്ല രീതിയിൽ ഇങ്ങനെ തിരമാല വന്ന് അടിക്കുന്നുണ്ടാവും. ഈവനിങ് വാക്കിനൊക്കെ വരാൻ പറ്റിയ ഏരിയ ആണ്. അമ്പി, നമ്മളൊരു കാര്യം വിട്ടുപോയി. സാധാരണ ഇങ്ങോട്ട് വരുമ്പോ നമ്മൾ എന്തെങ്കിലും സ്നാക്സും എന്തെങ്കിലും കുടിക്കാനും വാങ്ങിട്ട് വരും. എന്നിട്ട് ഇതാ ഇവിടെ ഈ കല്ലിലിരുന്ന് കടലും കണ്ടോണ്ട് അപ്പോൾ നമ്മൾ പ്രണയിക്കുകയായിരുന്നു. ഇപ്പൊ അതുകൊണ്ട് തിന്നാൻ തരുന്നുണ്ടാവും. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ജീവിതം എടുത്തിരിക്കുന്നില്ല. ഇപ്പൊ എന്താ തിന്നാൻ വാങ്ങിയിട്ടെല്ലാം വരുമ്പോ ആ ഒരു ഏരിയ കണ്ട അമ്മയെ കാണിച്ചിട്ടെ. അവിടെ കുറെ ആൾക്കാരുണ്ട്. ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ട്. നമ്മള് കല്യാണത്തിന് മുമ്പ് ഒരു ദിവസം ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ട് വരാറുണ്ടെന്ന്. അപ്പൊ അങ്ങനെ ഒരു ദിവസം വന്നേരം അമ്പിയോട് ചോദിച്ചു, നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ. 3 വർഷം 4 വർഷം 4 വർഷം മുമ്പാ. അപ്പൊ എന്നിട്ട് കാര്യമായിട്ട് വീഡിയോ ഒക്കെ എടുത്ത്, അന്നേരം കയ്യിലെല്ലാം ഫോൺ വെച്ച വീഡിയോ ഒക്കെ എടുത്ത്. പക്ഷെ സംഭവം എനിക്ക് സംസാരിക്കാൻ മടി. ഇപ്പോഴും മടി കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ആൾക്കാരുടെ കൂട്ടത്തിൽ വ്ലോഗ് ചെയ്യേണ്ട ഒരു ധൈര്യം നമുക്കില്ലല്ലോ. പിന്നെ അതങ്ങ് വീഡിയോ കുറേ എടുത്തു, ഒന്നും ചെയ്തില്ല, അതങ്ങ് ഡ്രോപ്പ് ചെയ്തു. ഇപ്പൊ ഞാനതിൽ റിഗ്രറ്റ് ചെയ്യുന്നു.
എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. അതിനുശേഷം പിന്നെ നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങി, വീഡിയോ പോസ്റ്റ് ചെയ്ത് തുടങ്ങി. പിന്നെ അത് ഡ്രോപ്പ് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ആ യൂട്യൂബ് ചാനലിൽ എത്രയാണ് 3000 മണിക്കൂറും 3 മില്യൺ വ്യൂസ്. ഇപ്പോൾ ഷോർട്സിനാണെങ്കിൽ 3 മില്യൺ വ്യൂസ്. ഇത് മുട്ടിക്കൽ ഭയങ്കര പണിയാണ്. നമ്മളിപ്പോൾ മുട്ടിയിട്ടില്ല, സ്റ്റാർട്ടിങ് പോലും ആയിട്ടില്ല. നമ്മളെന്നിട്ട് ഡ്രോപ്പ് ചെയ്ത്, കാരണം അത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂലെന്ന് തോന്നിയിട്ട് ഡ്രോപ്പ് ചെയ്ത്. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് റിയ എനിക്ക് റെക്കമെൻഡ് ചെയ്തത്. അതായത് എൻ്റെ ഒരു കൂട്ടുകാരനാണ്, ഓനെ അത്യാവശ്യം നല്ലൊരു യൂട്യൂബ് ചാനലെല്ലാം ഉണ്ട്. പറഞ്ഞ വീഡിയോ കണ്ടിന്യൂസ് ഇട്ടുകൊണ്ട് നിൽക്കണം, അല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ എങ്ങനെയും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇട്ടുകൊണ്ട് നിൽക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടുകൊണ്ട് നിൽക്കും. എവിടെ എത്തിയില്ല എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ആ പോയിന്റ് വരെ എത്തിയില്ല. എന്നാലും എവിടെയെങ്കിലും എത്തും എന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പോഴാണ് വീഡിയോ ഇട്ട് തുടങ്ങിയത്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു മാസം ഇപ്പം വീഡിയോ ഇട്ടുകൊടുക്കണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം, പാവങ്ങളാ. സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽ ബട്ടൺ ഞെക്കുക, കമന്റ്സ് പറയാ, ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ നമ്മള് പോണ്ട പരിപാടി നോക്കിയതിന് സമയം ഒരുപാടായി. ഓഫീസിൽ നിന്ന് നേരെ ഇറങ്ങിയതാ. അപ്പം അധികം ലേറ്റ് ആവാണ്ട് തിരിച്ചു പോകാന്ന് വിചാരിച്ച് ഇറങ്ങി. ഇനിയും ഞാനിവിടെ നിന്നാൽ അവൻ എന്നെ കൂട്ടാണ്ട് പോകും. അതുകൊണ്ട് ഞാൻ ഓടി വണ്ടി കയറട്ടെ. ബൈ. നല്ല വിജനമായ വഴിയാണല്ലേ, വിജലംബിച്ച വഴികൾ. ആൾക്കാര് കുറവാണ് പൊതുവെ ഇവിടെ വരാറ്. കണ്ണൂർ കോട്ട, വലത്ത് സൈഡ് ഈ മതിലപ്പുറത്ത് ഐക്കര ഹാർബർ. ഇപ്പൊ സ്കൈ നല്ല അടിപൊളിയാണല്ലേ, ഉച്ചയായാലും ഓരോ ടൈമും ഭയങ്കര ഭംഗിയാണ്. ഒടുക്കത്ത് ഭംഗി. അല്ല ഇത് ആർമി ഏരിയ ആണ്. അവിടെ ഒരു ജെറ്റ് വിമാനം. വലത്ത് വശത്ത് കാണുന്നത് കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റൽ ആണ്. ഈ ഒരു സൈഡ് കാണുന്നത്. നമ്മളിപ്പോ നേരെ വന്നത് ബേബി ബീച്ചിലേക്കാണ്. ഇതെന്റെ ഓഫീസിന്റെ തൊട്ടടുത്താട്ടാ. ഈ റോഡ് പോയി കഴിഞ്ഞാൽ, ഇടത്തോട്ടുള്ള റോഡ് പോയി കഴിഞ്ഞാൽ എന്റെ ഓഫീസാണ്. അപ്പൊ ഓഫീസിന്റെ തൊട്ടടുത്താ ബേബി ബീച്ച്. പക്ഷെ ഞങ്ങൾ ഇങ്ങോട്ട് വരാറൊന്നുമില്ല. ഇതാ കണ്ടോ, നേരെ പോയി കഴിഞ്ഞാൽ വൈറ്റ് കാറ് നിർത്തിയതിന്റെ അടുത്ത വശത്തേ പോയി എന്റെ ഓഫീസായി. ഫുഡ് അടി ഇന്നത്തെ പ്ലാനിലില്ലായിരുന്നു. ബേബി ബീച്ചിന്റെ അടുത്ത് തന്നെ കോർണീഷ്യ കണ്ടപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് പോകാമെന്ന് കരുതി അവിടെ കയറി. അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല നമ്മൾ കയറിയ സമയത്ത്. പിന്നെ ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ നല്ല കിടിലൻ ആംബിയൻസ് ആണ്. ഒരു സൈഡ് കടൽ കാണാം, മറ്റൊരു വശത്ത് ഹോട്ടലിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തൊരു ഹോട്ടലാണ്. ഫുഡിന് വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് കുറച്ച് പിള്ളേർ അവിടെ സ്കേറ്റിംഗ് ബോർഡുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർ കുറേ സമയം അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നത്തെ ഫുഡ് നല്ല ഹെവി ആയിട്ടായിരുന്നു ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും നേരെ ഇരുട്ടി, നല്ല സന്ധ്യയായി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ബൈ.